കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായി പ്രഖ്യാപിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ വിവിധതരം മെനു കാർഡെല്ലാം പ്രിൻസിപ്പൽമാർക്കും പൊതുസമൂഹത്തിനും ഹെഡ്മിസ്ട്രസിനും ഹെഡ്മാസ്റ്റർമാർക്കും എല്ലാം നൽകി. സ്കൂളിലെ പ്രധാന അധ്യാപകർ ഈ മെനു കാർഡ് കണ്ട് ഞെട്ടിത്തരിച്ചു. കാരണം ചോറും സാമ്പാറുമായിരുന്നു, അല്ലെങ്കിൽ ചോറും പയറുകറിയുമായിരുന്നു സാധാരണയായി സ്കൂളുകളിൽ നൽകാറ്. എന്നാൽ വി ശിവൻകുട്ടി കേരളത്തിന്റെ കയ്യടി നേടിയ ഒരു പ്രഖ്യാപനം നടത്തി. സ്കൂളിന്റെ ഭക്ഷണ മെനു പരിഷ്കരിച്ചിരിക്കുന്നു. കൂടുതൽ വിപുലമായ ഭക്ഷണമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് നൽകാൻ പോകുന്നത്. കാരണം കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും കൈയടിക്കുന്ന ഒരു തീരുമാനമാണ്. കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾക്ക് കൂടുതൽ മികവായ ഭക്ഷണം നൽകുക എന്നത് എല്ലാവരെയും സംബന്ധിച്ച സന്തോഷകരമായ കാര്യമാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൈയടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രഖ്യാപനം വാക്കിൽ മാത്രം ഒതുങ്ങി എന്നാണ് ഇപ്പോൾ വിവിധ സ്കൂളിലെ പ്രധാന അധ്യാപകന്മാരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. സ്കൂളിലെ അധ്യാപകരുടെ തലയിൽ വലിയ ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. കാരണം സർക്കാർ പറഞ്ഞ മെനുവിന്റെ പണം പോയിട്ട് 1.5 മാസമായി ഉച്ചക്കഞ്ഞി നൽകേണ്ട, ഉച്ചഭക്ഷണം നൽകേണ്ട, അരിക്ക് നൽകേണ്ട പണം പോലും മുടങ്ങിയിരിക്കുകയാണ്. LSS USS സ്കോളർഷിപ്പ് മുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. വർഷങ്ങളായി ആ സ്കോളർഷിപ്പ് കൃത്യമായി കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ലപ്സം ഗ്രാന്റ് കൂടി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം അധ്യാപകരുടെ തലയിലേക്ക് മാറിയിരിക്കുകയാണ്. തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കേണ്ട, ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് അധ്യാപകർ എത്തിയിരിക്കുകയാണ്. സർക്കാർ ഫണ്ട് മുടക്കിയാലും തങ്ങളുടെ കുട്ടികളെ ഉച്ചയ്ക്ക് പട്ടിണി കിടത്താൻ അധ്യാപകർക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് അരി വാങ്ങി, കറി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങി, പച്ചക്കറികൾ വാങ്ങി വിദ്യാർത്ഥികളെ ഊട്ടുകയാണ്. കേരളത്തിൽ നമ്പർ 1 ആണ് കേരളമെന്ന് നാഴികക്ക് 40 വട്ടം 4 കൂടിയ 4 കവലകളിൽ 4 മുളം നീളമുള്ള നാക്കുമായി പ്രസംഗിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന CPM ഇക്കാര്യം തിരിച്ചറിയണം. പാവപ്പെട്ട കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിനകത്ത് നൽകുന്ന അരിയുടെ പണം കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ PR വർക്കിന് കോടികൾ ചെലവാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാർ അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ PRD പരസ്യങ്ങൾക്ക്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരസ്യങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ, ഇമേജ് വർദ്ധിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വിങ്ങിന് ലക്ഷങ്ങളാണ് മാസം പ്രതിഫലമായി നൽകുന്നത്. സർക്കാരിന്റെ ഇല്ലാ കഥകൾ പൊള്ളയായ വാഗ്ദാനങ്ങളായി കേരളത്തിന്റെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും പരസ്യങ്ങളായി നൽകാൻ കോടികൾ ചെലവിടുമ്പോഴാണ് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ അവരുടെ ഉച്ചനേരത്തെ വിശപ്പടക്കാൻ സർക്കാർ സംവിധാനം നടപ്പിലാക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ അരിയുടെ പണം നൽകാൻ സർക്കാരിന് തയ്യാറാകാത്തത്. 1.5 മാസമായി ഈ പണം മുടങ്ങിയിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ പോയാൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് അധ്യാപകർ. അടിയന്തരമായി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം. LSS USS സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളുടെ കൈകളിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണം. ഉച്ചഭക്ഷണത്തിന്റെ ഫണ്ട് മുടങ്ങിയ വിഷയത്തിൽ ഇന്നു തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടിടപെട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ട അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം മുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകും.